ഒരു മാസത്തിന്റെ ഉള്ളിൽ കേരളത്തിൽ സുബ്ഹാനല്ലാഹ് മയക്കമരുന്നിനെ അടിമപ്പെട്ടുകൊണ്ട് ഡ്രഗിന് ബ്രൗൺ ഷുഗറിന് മയക്കമരുന്നിനെ അടിമപ്പെട്ടുകൊണ്ട് 12 ചില്ലാനം കൊലപാതകങ്ങളാണ് കേരളത്തിൽ നടന്നത്. സുബ്ഹാനല്ലാഹ്. താമരശ്ശേരിക്കടുത്തൊരു സ്ഥലത്ത് 24 വയസ്സുള്ള മുസ്ലിമായ ചെറുപ്പക്കാരൻ ക്യാൻസറിന് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന ഉമ്മാന്റെ തലക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന ക്യാൻസർ പിടിച്ച് അസുഖമായി കിടക്കുന്ന ഉമ്മാന്റെ റൂമിലേക്ക് കടന്നു എന്നിട്ട് മയക്കമരുന്നടിച്ച് ഡ്രഗ് അടിച്ചവൻ വലിയ കത്തി കൊണ്ടുപോയിട്ട് 12, 13, 20, 22 കുത്തിയിട്ട് ആ ഉമ്മാടെ തലച്ചോറ് പുറത്തിയാടിച്ചു കൊന്നുകളഞ്ഞു. കുത്തിയവന്റെ പേര് മുസ്ലിമാണ്. താമരശ്ശേരിക്കടുത്താണ്, കോഴിക്കോട് ജില്ലയിലാണ്. അപ്പോഴേക്കും പിറ്റേ ദിവസം അതാ വരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വേറൊരു വാർത്ത. അച്ഛനും മകനും തമ്മിൽ തർക്കിച്ചു നിൽക്കുന്നതിന്റെ ഇടയിൽ കത്തിയെടുത്ത് അച്ഛന്റെ പള്ളക്ക് കയറ്റി മകൻ കൊന്നുകളഞ്ഞു. അച്ഛനെ മയക്കമരുന്നാണ്. സുഹൃത്തുക്കളെ, അവിടെയും തീർന്നില്ല. അപ്പോഴാ വരുന്നു 14, 15 വയസ്സുള്ള 2 കുട്ടികൾ ഒരു ഗ്രൗണ്ടിൽ ഇങ്ങനെ ഇരുന്നിട്ട് മയക്കമരുന്നടിക്കുകയാണ്. 40 വയസ്സുള്ള ഒരു പക്വതയുള്ള മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, പൊന്നു മക്കളെ, നിങ്ങൾ മയക്കമരുന്നടിക്കുകയാണോ എന്ന് ചോദിച്ചപ്പോ, ആരടാ നീ ഞങ്ങളോട് ചോദിക്കാനെന്ന് പറഞ്ഞിട്ട് അവന്റെ കയ്യിലുള്ള കടാരെടുത്തിട്ട് 40കാരന്റെ പള്ളക്ക് കയറ്റിയിട്ട് കൊന്നതാരാ? 14കാരനാണ്. 14 വയസ്സുള്ള ചെറുപ്പം പയ്യനാണ് 40കാരനെ കുത്തിക്കൊന്നത്. ഇങ്ങനെ മയക്കമരുന്നടിച്ചിട്ട് അമ്മനെ കൊല്ലുക, അച്ഛനെ കൊല്ലുക, വാപ്പാനെ കൊല്ലുക, പെങ്ങളെ കൊല്ലുക, അധ്യാപകനെ കൊല്ലുക. ഇതൊക്കെ ഇപ്പോൾ നിത്യ സംഭവമായി മാറി. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ IAS പഠിപ്പിച്ചോ, IPS പഠിപ്പിച്ചോ, IFS പഠിപ്പിച്ചോ, IRS പഠിപ്പിച്ചോ, ഡോക്ടറാക്കിക്കോ, എഞ്ചിനീയറാക്കിക്കോ, വക്കീലാക്കിക്കോ, ജഡ്ജാക്കിക്കോ, സയന്റിസ്റ്റ് ആക്കിക്കോ, ആര് വേണമെങ്കിലും ആക്കിക്കോ, കുഴപ്പമില്ല. അതൊന്നും ഇസ്ലാം എതിർക്കുന്നില്ല. പക്ഷേ മതവിദ്യാഭ്യാസം കൊടുത്തിട്ടില്ലെങ്കിൽ നാളെ നിന്റെ ചങ്കിലേക്ക് കഠാര കയറ്റുന്നത് മോനാണ്. ഉമ്മ, നിന്റെ നെഞ്ചത്തേക്ക് കത്തുകുത്തി ഇറക്കുന്നത് നിന്റെ പൊന്നുമോനാണ്. IAS പഠിപ്പിക്കണ കോളേജിലൊന്നും ബാപ്പാനെ ബഹുമാനിക്കണം എന്നൊരു ശാഖ പോലും പഠിപ്പിക്കണില്ല. ഉമ്മാനെ ബഹുമാനിക്കണം എന്ന് IPS MBBS BTech MTech. അത് പഠിപ്പിക്കുന്നത് മദ്രസയിലാണ്, അത് പഠിപ്പിക്കുന്നത് പള്ളി ദർസെന്നാണ്. നിങ്ങളുടെ മക്കളെ ഇൽമ പഠിപ്പിക്കണമെന്ന് പറയുമ്പോ നിങ്ങൾ പിന്നോട്ട് പോകണ്ടാട്ടോ.